ഇത് നമ്മുടെ ഏത്തക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ദാ ഈ ഒരു കുറ്റി നിറയെ ഉണ്ട് ഈ ഏത്തക്ക ഉപ്പേരി. വേണ്ട അപ്പോൾ വേണ്ട ഞാൻ ഓണത്തിന് ഏത്തക്ക വറുത്തുന്നുള്ള പരിഭവം ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഏത്തക്ക ഉപ്പേരി പൊളിക്കുമ്പോഴും പൊളിക്കുന്നതും നമുക്ക് അരിയുന്നതും ഒക്കെ നമുക്കിനി എങ്ങനെയാണെന്ന് കാണാം. എല്ലാവർക്കും അറിയാവുന്ന കേട്ടോ. അപ്പം വേണ്ട നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മുടെ വേണ്ട കാ പൊളിച്ചെടുക്കുകയാണ്. ഞാൻ അതിനെ കാ പൊളിച്ചിടുന്നത് വേണ്ട മഞ്ഞൾ ചേർത്ത വെള്ളത്തിനകത്താണ് കാ പൊളിച്ചിടുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാ പൊളിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കറ വരും. അപ്പോൾ അത് ഞാൻ ഇത്രയും കാ പൊടിച്ചിട്ട് കയ്യിലൊന്നും ഒരു കറ പോലും ഇല്ലാതെ ഇത് ഉപ്പുവെള്ളമാണ്. ഇത് കണ്ടോ, ഈ ഉപ്പുവെള്ളം ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ചേക്ക് ഇടയ്ക്കൊന്ന് കൈ ഇങ്ങനെ മുക്കിയാൽ മതി. നമ്മുടെ കയ്യിൽ വാഴക്കയുടെ കറയൊന്നും പറ്റാതെ ഇരുന്നോളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് മുഴുവൻ ബാക്കി കൂടി പൊളിച്ച് എടുക്കാം. ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഞാൻ കൈകൊണ്ടാണ് അരിഞ്ഞേക്കുന്നത്. നമ്മൾ ഈ കൈകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അരിയും. അത് പക്ഷേ അരിയുമ്പോൾ അത് എല്ലാം ഒരേ കനമായിരിക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു 2 എണ്ണം അരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നല്ലപോലെ എണ്ണ തൂത്തി അരിഞ്ഞ ഏത്തക്കായിലോട്ട് നമ്മൾ നല്ലപോലെ എണ്ണ തൂത്ത് കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നേലും ഒട്ടാതെ ഇങ്ങനെ കിടന്നോളും. ഇനി നമുക്ക് ഞങ്ങളത് മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് പീലർ വെച്ചാണ് അരിഞ്ഞത്. അത് തീർത്ത് കനം കുറഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നല്ലപോലെ എണ്ണ തൂത്ത് വിട്ടത് കൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് വറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു പാതി മൂപ്പായിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യത്തെ ട്രിപ്പാണിത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ നമുക്കൊരു 4-5 തവണ ഇത് വറക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്ന് വറുത്ത് എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ ചിപ്സ് ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടെ വാങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ പ്രാവശ്യത്തെ ഓണത്തിനുള്ള ഉപ്പേരി ഉണ്ടാക്കലും കഴിയും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരാം. ബൈ.